തുടരന്വേഷണം എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? കസ്റ്റഡി ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണം, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. വി നീഡ് ടൈം. സഹകരിക്കുന്നുണ്ടോ? ഉണ്ട്. സാർ, ഈ പരാതിക്കാരന് ഒരു ആശങ്ക പറയുന്ന അയാളെ ഇനി ഇടി വേട്ടയാടാൻ സാധ്യതയുണ്ടോ എന്നുള്ള അത്തരത്തിൽ ആശങ്കകളൊക്കെ അയാൾ പങ്കുവെക്കുന്നുണ്ട്. അറിയില്ല, അത് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. നോക്കട്ടെ. ഞങ്ങളൊന്ന് അന്വേഷിക്കാം. ഇ ഡിയെ ബന്ധപ്പെട്ടോ സാർ? ഇ ഡിയെ ബന്ധപ്പെട്ടോ? ഈ വിവരങ്ങൾ അറിയിച്ചോ അവരെ ഈ ഇത്തരത്തിലൊരു കേസ് ഉണ്ട് എന്ന്? അറിയിക്കുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കട്ടെ. വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മളെ ബന്ധപ്പെട്ടു? നമുക്കൊരു പരാതി കിട്ടി. ആ പരാതി കിട്ടി, ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തി, ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണം നടക്കട്ടെ. ഇല്ല, തെളിവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല. ഞങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്കത് പിന്നെ എല്ലാ ആംഗിളും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വി നീഡ് ടൈം. അത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, വിജിലൻസ് SP പറയുന്നു, യെസ്, അതായത് ഇ ഡിക്കകത്ത് ഇപ്പം ശേഖർ എന്ന ഒരു പേരിലോ ഇല്ലെങ്കിലോ 2 പേരിലോ ഒന്നും നിൽക്കുന്ന തലത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് അനീഷിന്റെ അനുഭവത്തിൽ നിന്നും വിജിലൻസ് SP പ്രതികരിച്ചതിൽ നിന്നും. എങ്ങനെ, ഏത് ഘട്ടത്തിലാണ് അന്വേഷണം? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച മറ്റ് 2 പേർ. ഈ 3 പേരിൽ ഇന്നലെ 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വെച്ചിരുന്നത്. ഇവിടെ ചോദ്യം ചെയ്യൽ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിന്റെ പ്രധാന ആളായി പ്രവർത്തിച്ചിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായി പ്രവർത്തിച്ചിരുന്ന രഞ്ജിത്താണ് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇയാൾ ഈ ED കേസുകൾ, EDയുടെ ഫെമ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ ഇയാൾക്ക് EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിലേക്ക് പോയത് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കേസ് ED അസിസ്റ്റന്റ് ഡയറക്ടറെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച അനീഷ് നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോയാൽ, ഈ മൊഴിയുടെ മാത്രമായി മുന്നോട്ട് പോകുന്നത് അതൊരു തിരിച്ചടിയാകുന്ന ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമാകേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട തെളിവുകളായി ഇനി പ്രതീക്ഷിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളാണ്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഒന്നെങ്കിൽ ശേഖറുമായി നേരിട്ട് നടത്തിയതാണോ, അതല്ല എന്നുണ്ടെങ്കിൽ ശേഖറിന്റെ ബിനാമികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടാണോ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ. പക്ഷേ സിജോ പറഞ്ഞതുപോലെ ഈ പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടിയിലേക്ക് പോയാൽ അത് തിരിച്ചടിയാവും. സ്വാഭാവികമായിട്ടും വിജിലൻസിന് ആ തരത്തിലുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. SP-യുടെ പ്രതികരണത്തിൽ നിന്നും അത് വ്യക്തമായതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നിലവിലുണ്ടല്ലോ. അപ്പം അതുമായി കണക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു സാധ്യത, ഇല്ലെങ്കിൽ അതിലേക്ക് എപ്പോഴായിരിക്കും എത്തുക? ഒപ്പം തന്നെ ED ആഭ്യന്തരമായിട്ട് ഏത് തരത്തിലാണ് ഇത് അന്വേഷിക്കുന്നത്? ED ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടറാണ് ഈ കാര്യത്തിൽ പരിശോധന നടത്തുക. അതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ ഇടനിലക്കാരുമായിട്ടുള്ള ഈ ശേഖറിന്റെ ബന്ധം, അതോടൊപ്പം തന്നെ ഈ സമൻസ് ചോർന്നത് എങ്ങനെയെന്നുള്ള വിവരമാണ്. അതായത് ഈ പരാതിക്കാരനായിട്ടുള്ള അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അയാൾക്ക് 2024 ഇത്തരവുമായി ബന്ധപ്പെട്ടൊരു കേസുകൾ വരുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം പിന്നീടാണ് ഈ ഇടനിലക്കാരനായിട്ടുള്ള ആള് വിൻസൻ ഇയാളെ സമീപിക്കുന്നത്. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇയാൾക്ക് 2 കോടി രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് സെറ്റിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ താങ്കൾക്ക് സമൻസ് വരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൻസ് വരുമെന്ന് പറയുന്ന കൃത്യമായ ഡേറ്റിൽ തന്നെ സമൻസ് വരുന്നു. പക്ഷെ ആദ്യം ഈ അനീഷ് ഇത് കാര്യമായി ഗൗരവത്തോടെ എടുത്തിരുന്നില്ല. കാരണം ഇതൊരു തട്ടിപ്പാണെന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിൻസൻ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ സമൻസ് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരോട് കൃത്യമായൊരു പങ്കുണ്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഈ സമൻസ് ഈ വിവരം ചോർന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ കൂടി പരിശോധിക്കും. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥர்கள் ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിലേക്ക്
ED കടക്കുക. എന്തായാലും വിജിലൻസ് സംഘവും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വേഗം കടക്കുമെന്നൊരു കണക്കുകൂട്ടലിന് EDക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായൊരു നിലപാട് അറിയാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തയ്യാറെടുക്കുന്നത്. ശരി സിജു.